ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. നമ്മൾ സംഭാഷണം ആരംഭിക്കുമ്പോൾ വെളിച്ചത്തിന് ചെറിയ പരിമിതിയുണ്ട്. വീഡിയോയിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ ക്ഷമിക്കണം എന്നാണ് ആദ്യത്തെ അഭ്യർത്ഥന. നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ പരിമിതങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അസൗകര്യങ്ങൾ ക്ഷമിക്കുക. അതേപോലെ തന്നെ വിമർശനപരമായ സംഭാഷണങ്ങൾ ഒഴിവാക്കണമെന്നാണ് എപ്പോഴും ഹൃദയത്തിൻ്റെ താല്പര്യം. അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ എന്ന പട്ടികയിൽ വീണ്ടും ഒരു സംഭാഷണം ആരംഭിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മരിച്ചവരുടെ പാപങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഞെരുക്കുന്നുണ്ടോ എന്നൊരു ശീർഷകത്തിൽ ഒരു സംഭാഷണം വരികയും 43,000-ലധികം പേർ അത് കാണുകയും ചെയ്തു എന്നതാണ് ഇന്ന് പറയാനിടയാകുന്ന സാഹചര്യം. 2 ദിവസം കൊണ്ട് ഇത്രയേറെ ആളുകൾ കാണുന്ന ഒരു സംഭാഷണം വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്നതാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നത് അനുചിതമാണ്. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണ പരത്തുന്ന സംഭാഷണങ്ങൾ സുവിശേഷ പ്രഘോഷണങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നു. അതും പുരോഹിതരിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഖേദകരമാണ്. അത്തരത്തിലുള്ള സംഭാഷണങ്ങളെ എതിർക്കുമ്പോൾ ആ വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ എതിർക്കുന്നു എന്ന ധാരണയിലെത്തരുത്. നമ്മൾ പറയുന്നത് ആശയപരമായ കാര്യമാണ്. വിശ്വാസത്തെ ദ്രവിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വിശ്വാസക്ഷയത്തിന് കാരണമാകുന്ന തരത്തിലുള്ള പ്രഘോഷണങ്ങൾ ചുറ്റുപാടിലുണ്ടാകുമ്പോൾ അതിനെതിരെ കണ്ണടച്ചിരിക്കുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഉചിതമായ കാര്യമല്ല. നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുള്ള കാര്യമാണ് സഭയിൽ എവിടെ ഒരു വിശ്വാസ വിരുദ്ധ പ്രഘോഷണം ഉണ്ടായാലും അതിനെ നേരിടുക എന്നുള്ളത്. കാരണം സഭയുടെ സനാതനമായ വിശ്വാസ മൂല്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും അതിലൂടെ സ്വന്തം കാര്യങ്ങൾ ഉറപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത് തികച്ചും തെറ്റായ ഒരു രീതിയാണ്. അത്തരം രീതികളെ നമുക്ക് അംഗീകരിക്കാനാവില്ല. സഭയുടെ 2000 വർഷത്തെ ചരിത്രവും സഭാപ്രബോധനങ്ങളും വിശുദ്ധ ലിഖിതവും പറയാത്ത കാര്യങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ലിഖിതങ്ങളെ തന്നെ കൂട്ടുപിടിക്കുകയും വിശുദ്ധ ലിഖിതങ്ങൾ ഉപയോഗിച്ച് അവയെ സാധൂകരിക്കുകയും ചെയ്യുന്നതിലൂടെ അന്ധവിശ്വാസത്തിൽ മുഴുകുന്ന ഒരു ജനസമൂഹം അതിൽ മുങ്ങിത്താണു പോകും. പൊതുവിൽ നമ്മുടെ സമൂഹം തെറ്റിദ്ധാരണ വരുന്ന അനേകം വിശ്വാസാചാരങ്ങളുടെ ഭാഗമായ ഒരു സമൂഹത്തിനിടയിൽ ജീവിക്കുന്നവരാണ്. ക്രൈസ്തവ വിശ്വാസം ഒരു വെളിച്ചമായിട്ട് ലോകത്ത് പരക്കണം, അന്ധവിശ്വാസങ്ങളെ അകറ്റണം. എന്നാൽ അന്ധവിശ്വാസങ്ങളെ ചേർത്തുകൊണ്ടും ലോകത്തിന്റെ സാമാന്യതകളെ കൂട്ടുപിടിച്ചുകൊണ്ടും ദൈവവചനത്തെ വളച്ചൊടിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ സ്ഥിരീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തികച്ചും തെറ്റായ പ്രവണതയാണ്. അത്തരം പ്രവണതയിൽ കണ്ട ഒരു സംഭാഷണമായതുകൊണ്ടാണ് ഇതിനെതിരെ സംസാരിക്കുന്നത്. ആരെങ്കിലും ഇത് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തി താല്പര്യത്തോടെ ഇതിനെ സമീപിക്കുകയും ഇത് ഇന്നയാളെ കുറിച്ച് പറയുന്നതല്ലേ എന്ന് കരുതുകയും ചെയ്യുന്നുവെങ്കിൽ ക്ഷമിക്കണം എന്നാണ് അഭ്യർത്ഥന. ശരിക്കും ഈ സംഭാഷണത്തിന്റെ ആ വീഡിയോ തന്നെ ഇട്ടുകൊണ്ട് സംസാരിക്കേണ്ട വിഷയമാണ്. അത് സംസാരിക്കാത്തത് നേരിട്ടൊരു വ്യക്തിയെ മുഖാമുഖം നിന്ന് എതിർക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ്. സംഭാഷണത്തിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം RIP എന്നൊരു കാര്യം നമ്മൾ എഴുതുന്നതിനെ സംബന്ധിച്ചാണ്. RIP എന്നാൽ സമാധാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇത് മരിച്ച ആൾക്ക് ഗുണമുള്ള കാര്യമോ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഗുണമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും ഒരാൾ മരിച്ച സന്ദർഭത്തിൽ കല്ലറയിലും അതേപോലെ തന്നെ ശവപ്പെട്ടിയിലും എഴുതുന്ന പ്രാർത്ഥനകളിലും സ്മരണ കാർഡുകളിലും ഒക്കെ RIP എന്നടിക്കുന്നത് സമാധാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാനാണ്. ദൈവമാണ് സമാധാനം. അങ്ങനെ ക്രിസ്തുവിൽ ശാന്തരായിരിക്കുന്നു, അവർ സ്വസ്ഥരായിരിക്കുന്നു, ക്രിസ്തുവിൽ അവർ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കാണത്. ഇത്തരം ഒരു RIP എന്ന എഴുത്ത് മരിച്ചവർക്ക് സമാധാനം കൊടുക്കാനുള്ളതാണെന്നാണ് സംഭാഷണത്തിലെ പ്രാരംഭവാക്യം. അഥവാ അത്തരത്തിൽ അവർക്ക് സമാധാനം കൊടുക്കുന്നത് നമുക്കൊരു സമാധാനമാണ് എന്ന നിലയ്ക്കാണ്. അവർക്ക് സമാധാനം നമ്മൾ കൊടുക്കുകയല്ല ചെയ്യുന്നത്, അവർ സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വ്യക്തിപരമായ ഒരു വിധിയുടെ ഭാഗമായിട്ടാണ്. ഒരാൾ ക്രിസ്തുവിൽ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് തനത് വിധിയിലൂടെയും ഒന്ന് പൊതുവിധിയിലൂടെയും. ഓരോരുത്തരും മരിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ ഒരു വിധി തീർപ്പുണ്ടാവും. വ്യക്തിപരമായി അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഒരു വിധി ഉണ്ടാവുന്നു, തനത് വിധി. ആ വിധിക്ക് ശേഷം ഒരു പൊതുവിധിയുണ്ട്. അത് എല്ലാവരുടെയും മരണശേഷമാണ്, അല്ലെങ്കിൽ യുഗാന്ത്യത്തിലാണ്. ആ വിധിയെ നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മരിച്ചു പോകുന്നവർ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. നിത്യതയിൽ അവർ ശുദ്ധീകരണാവസ്ഥയിലോ നരകാവസ്ഥയിലോ പറുദീസ അവസ്ഥയിലോ ആകാം. ഇതേത് അവസ്ഥയിലാണെന്ന് വിവേചിക്കാൻ നമുക്കിവിടെ മാർഗമൊന്നുമില്ല.
സാമാന്യഗതിയിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകളൊക്കെ കുറവുകളും പോരായ്മകളും ഉള്ളവരാണ്, നമുക്കറിയാം. അവർ വിശുദ്ധരാണെന്ന് അംഗീകരിക്കാൻ നമുക്കേറെ ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിലെ ചെയ്തികളൊക്കെ നേരിട്ട് ബാധിക്കുന്നവരാണ് നമ്മൾ. അവർ ശുദ്ധീകരണ അവസ്ഥയിലാണെന്ന് ഒരു സാമാന്യ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ വിധിക്കപ്പെടുന്നവർ അവരുടെ വ്യക്തിപരമായ പാപങ്ങൾക്കാണ് വിധിക്കപ്പെടുക. അത് അവരും ദൈവവുമായുള്ള കാര്യമാണ്. ഓരോ ആത്മാവിനും ദൈവവുമായിട്ടാണ് ബന്ധം. ഒരു ഗാനം അങ്ങനെയുണ്ട്: ആത്മാവിന് ഈ ഭൂവിൽ ബന്ധമില്ല, സ്വന്തം ദേശവുമായ ഒരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം. ഇത് മനുഷ്യരായിട്ടുള്ള ബന്ധമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മരിച്ചു പോകുന്ന ഓരോരുത്തരും ദൈവത്തിലാണ്. അങ്ങനെ ദൈവത്തിലാകുന്ന ഒരാൾ സമാധാനത്തിലാണ് എന്ന നമ്മുടെ വിശ്വാസം നാം പ്രകടിപ്പിക്കുന്നതാണ് RIP എന്ന് എഴുതുന്നതിലൂടെ. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. സമാധാനത്തിൽ വിശ്രമിക്കുന്നു, അന്ത്യവിശ്രമം കൊള്ളുന്നു. അവസാനത്തെ വിശ്രമം യേശുവിലാണ്, ആ വിശ്രമത്തിലാണ് അവർ എന്നൊരു ധാരണ നമ്മൾ പുലർത്തുന്നു. വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഈ പറഞ്ഞ ഉറങ്ങുന്നവരാണെന്ന അർത്ഥത്തിലല്ല, നിദ്ര പ്രാപിച്ചവരാണെന്ന അർത്ഥത്തിലല്ല, അവർ സമാധാനം പുൽകിയെന്നാണ്. അത് ശുദ്ധീകരണാവസ്ഥയിലാണെങ്കിലും നരകാവസ്ഥയിലാണെങ്കിലും പറുദീസയിലാണെങ്കിലും നമുക്ക് ഏതാണെന്ന് വിവേചിക്കാൻ അറിഞ്ഞുകൂടാ. ഒരു വ്യക്തി ചെയ്തു പോയ പാപങ്ങൾ എന്താണെന്ന് തീർപ്പ് കൽപ്പിക്കാൻ നമുക്കാവില്ല. അത് മാരകമാണോ, അത് ലഘുപാപമാണോ, കടങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്തരത്തിൽ ഒരു വ്യക്തി നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വേർപിരിയുമ്പോൾ വിശ്വാസം മുഖേന നാം ഒരു കാര്യം ഏറ്റുപറയും: അവർ ശുദ്ധീകരണാവസ്ഥയിലാണ്. ഇനി ശുദ്ധീകരണാവസ്ഥയിലാണെന്ന് പറയുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുമാണ്. കാരണം അവർക്ക് അവിടെ ശരീര മനസ്സുകളില്ല, സ്വതന്ത്ര വ്യക്തിത്വം ഇല്ല. അവർക്ക് തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിച്ച് പുണ്യമാർഗത്തിലൂടെ ചരിച്ച് പറുദീസയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ പരിഹരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അവരാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവസരം തന്നത്, അവരാണ് പല നന്മകളും നമുക്ക് നൽകിയത്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട് നമ്മുടെ ജീവിതത്തിന്. അവരോട് നമുക്ക് ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ ആ സ്നേഹം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് അല്ലെങ്കിൽ ശുദ്ധീകരണാവസ്ഥയിലുള്ളവർക്ക് പറുദീസയിലേക്ക് കടന്നു പോകാൻ കഴിയും എന്നത് സഭയുടെ വിശ്വാസമാണ്. അത് തെറ്റായൊരു ബോധ്യമല്ല. കാരണം അവർ ഈ ശുദ്ധീകരണ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ ദൈവത്തിന്റെ സമ്പൂർണ്ണ സന്തോഷത്തിലേക്ക് അവർ പ്രവേശിക്കാൻ ഇടയാകട്ടെ, നിത്യാനന്ദം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന നമ്മുടെ സ്നേഹപൂർവമായ ഒരു ധാരണയാണ് പ്രാർത്ഥനയ്ക്ക് പിന്നിലുള്ളത്. അതല്ലാതെ ശുദ്ധീകരണാവസ്ഥയിലുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ഇടപെടുമെന്നുള്ളത് ഒരു തെറ്റായ ബോധ്യമാണ്. ഒന്ന്, നമുക്കറിയാം ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ. അബ്രഹാമിന്റെ മടിയിലാണ് ലാസർ. ഇതൊരു ഉപമയാണ് കേട്ടോ, ഉപമ മാത്രമാണ്, അത് സംഭവമല്ല. സംഭവമായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കുന്നത്. അവിടെ നിന്ന് ഈ ധനവാൻ പറയുകയാണ്, ഒന്ന് ഈ ലാസറിനെ ഭൂമിയിലേക്ക് അയക്കണം. അത് സാധ്യമല്ലെന്നാ പറയുക. അത് സാധ്യമല്ല. കാരണം അങ്ങനെ ഒരാൾ ഭൂമിയിൽ വന്നതുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് പറയുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ നരകത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാനോ ഒന്നും ഒരു സാധ്യതയുമില്ല എന്നാണ് ഈ ഉപമയിലൂടെ പഠിപ്പിക്കുന്നത്. അതിനർത്ഥം മരണമടഞ്ഞവർ നിത്യതയിലാണ്, അവർ താഴേക്ക് വരുന്ന പ്രശ്നമില്ല. ഇനി അത് ഈ നമ്മുടെ ജീവിതത്തിന്റെ പരിമിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അപ്പുറത്തേക്കാണ് അത് പോവുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭൂമിയിലേത് സമരസഭയാണ്. ഈ സമരസഭയിൽ നാം നിരന്തരം സമരം ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങളിലുള്ള തിന്മയുടെ രീതികളോടാണ്, ലോക സാമാന്യതയോടാണ്. നിരന്തരം കലഹിച്ചുകൊണ്ടാണ് നമ്മൾ പോവുക. നമ്മൾ സമാധാനവാദികളാണ്, പക്ഷെ നമ്മൾ നിരന്തരം തിന്മയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. എഫേസ്യർ 6, 10, 17 തിരുവചനങ്ങൾ നമുക്കത് കാണാം. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കുമെതിരെയുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ് നമ്മൾ. അത്തരത്തിലൊരു പോരാട്ടത്തിലൂടെ പോകുന്ന നമുക്ക് ഈ ലോകത്തുണ്ടാകുന്ന ക്ലേശങ്ങൾ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അവിടെ സമരം തീരും. പിന്നെ സഹനമാണോ പറുദീസാനുഭവമാണോ നിത്യനാശമാണോ സംഭവിക്കേണ്ടെന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഈ സമരമാർഗത്തിൽ നാം പുലർത്തിയ നിലപാടുകൾക്കനുസരിച്ചാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒന്നും ശുദ്ധീകരണാത്മാക്കളുടെ പ്രവർത്തന ഫലമായിട്ടുള്ളതല്ല. ഈ ഭൂമിയിൽ നമുക്ക് നൽകുന്ന ഈ സാഹചര്യങ്ങളൊക്കെ നിരന്തരമായ ഈ സമരത്തിനുള്ളതാണ്. നമുക്കെതിരെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളും ദുരന്തങ്ങൾ, വേദനകൾ, സഹനം ഒരു പ്രലോഭനമാണ്. ഈ പ്രലോഭനങ്ങൾക്കെതിരെ ഏത് നിലപാട് സ്വീകരിച്ച് ക്രിസ്തുമാർഗത്തിലൂടെ നമുക്ക് പുരോഗമിക്കാൻ കഴിയും എന്ന ഒരു സമരത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ലോകത്തിന്റെ സന്തോഷങ്ങളുമായും ലോകത്തിന്റെ ദുഃഖങ്ങളുമായും ഏറ്റുമുട്ടി
ക്രിസ്തുവിൽ ഉറച്ച മനസ്സോടെ നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധീകരണാത്മാക്കൾ ഭൗമികരായ നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമെന്നോ ഇടപെടുമെന്നോ ചിന്തിക്കുന്നത് തെറ്റാണ്. അവർ ചെയ്ത പാപങ്ങൾക്ക് അവർ തന്നെയാണ് കടം വീട്ടേണ്ടത്. അത് അവർ ദൈവസന്നിധിയിലാണ് തീർപ്പാക്കുന്നത്. ദൈവം തനത് വിധിയിൽ അങ്ങനെയാണ് വിധിക്കുന്നത്. ഇനി നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഫേവർ എന്താണെന്ന് വെച്ചാൽ, അവർ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നൽകിയിട്ടുള്ളവരായതുകൊണ്ട്, അല്ലെങ്കിൽ അവരോട് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ട്, കടപ്പാടുള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ജീവിത സഹനങ്ങളെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഈ സഹനത്തിൽ നിന്ന് മോചനമുണ്ടാകും. അവർ പറുദീസ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് വിശ്വാസം. അതല്ലാതെ അവർ എന്തെങ്കിലും തരത്തിൽ ദോഷകരമായി നമുക്ക് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല. അദൃശ്യമായ ലോകത്ത് ജീവിക്കുന്ന അവർ, അല്ലെങ്കിൽ ആ അവസ്ഥയിലായിരിക്കുന്ന അവർക്ക് ദൈവാഭിമുഖ്യം സാധ്യമല്ലാതെ തടസ്സമായി നിൽക്കുന്ന കടങ്ങൾ അടയ്ക്കാൻ നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും സഹനങ്ങളും ഒക്കെ കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അവരോടുള്ള സ്നേഹം പ്രഖ്യാപിക്കാൻ കഴിയും. കത്തോലിക്കാ സഭ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അദൃശ്യ ലോകത്തുള്ളവരുമായി സഹവസിക്കാൻ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ അവിടുന്ന് നമ്മെ അനുവദിക്കുന്നു. ഇതൊരു വലിയ സഹായമായിട്ടാണ് സഭ പറയുന്നത്. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സ്നേഹം പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം അർപ്പിക്കുമ്പോൾ ആ അർപ്പണം അവർക്ക് വേണ്ടി കൂടി കടമടവിനുള്ള ഒരു കാരണമാക്കി മാറ്റണമേ എന്ന് അർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ മരിച്ചവരെ അനുസ്മരിക്കുന്ന കുർബാനയിൽ നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് ഭാരമാകുമെന്ന് കരുതുന്നത് തെറ്റാണ്. മരിച്ചവരുടെ പാപഭാരങ്ങൾ നമ്മുടെ മേൽ വരും എന്ന് പറയുന്നത് തികച്ചും അബദ്ധമായ കാര്യമാണ്. ഇതിനെ ഉദാഹരണമായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഭൗതികമായിട്ട് അവരുടെ സ്വത്ത് കിട്ടുന്നുണ്ടല്ലോ, അതേപോലെ അവരുടെ പ്രവൃത്തിയിലുള്ള പോരായ്മകളുടെ ഫലവും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെ ഒരു കാര്യമില്ല. മരിച്ചവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ പ്രവൃത്തികളുടെ കോൺസിക്വൻസ്, അവർ ചെയ്തു പോയ, ഇപ്പോൾ ദൂർത്തടിച്ചു, പണമില്ലാണ്ടായിപ്പോയി, നമ്മൾ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. അവർ സമ്പത്ത് ഉണ്ടാക്കി, ആ സമ്പത്ത് അതിന്റെ സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ഈ ഭൗമികമായ ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും ക്രിസ്തുവിൽ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കാര്യം. മരിച്ചവർ ഈ പറഞ്ഞ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടും. ആ പ്രവൃത്തികളുമായി, അല്ലെങ്കിൽ ആ പ്രവൃത്തികളുടെ ഫലങ്ങളുമായി നമുക്ക് ബന്ധമില്ല. അത് അവർ അനുഭവിക്കുന്ന കാര്യമാണ്. ഓരോരുത്തരും വ്യക്തിപരമാണ് ദൈവസന്നിധി. അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ കടങ്ങൾക്ക് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്ന തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു പ്രഘോഷണം തികച്ചും സഭാവിരുദ്ധമാണ്, ആധ്യാത്മിക വിരുദ്ധമാണ് എന്ന കാര്യം അറിയണം. അത് ദൈവവചനത്തിന് നിരക്കുന്നതല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. മരിച്ചവർക്ക് ആശ്വാസമില്ലാതെ പോയാൽ, ദൈവസന്നിധിയിലേക്ക് പോയവർക്ക് ആശ്വാസമില്ലാതെ പോയാൽ നമ്മുടെ ആശ്വാസം കിട്ടും, നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസമാണോ, അതല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ നിന്ന് കടം കൊണ്ട വിശ്വാസമാണോ? അപ്പൊ ഹൈന്ദവ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ മരിച്ചവർ മോക്ഷം കിട്ടാതിരിക്കുകയും അവർ അലയുകയും ചെയ്യും. അവരുടെ കുറവുകൾക്ക് നമ്മൾ തലമുറകളായി അനുഭവിക്കേണ്ടി വരുമെന്ന് വിശ്വാസം പ്രഘോഷിക്കപ്പെട്ട് കാണാറുണ്ട്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി തർപ്പണങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പുറകിൽ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് മോക്ഷം ലഭിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നതാണ്. ഇത് ക്രൈസ്തവ വിശ്വാസമായി ഒരു നിലയ്ക്കും ഇണങ്ങുന്ന കാര്യമല്ല. ഇവിടെ ഓരോരുത്തരും വ്യക്തിപരമായി അവനവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും വ്യർത്ഥമായ വാക്കിന് പോലും ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇത് പേഴ്സണലാണ്, പേഴ്സണൽ ഗോഡാണ്. നേരത്തെ പറയുന്നത് പോലെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്, മോക്ഷം ലഭിക്കാനായിട്ട് നമ്മൾ മറ്റ് കർമ്മങ്ങൾ ചെയ്യല്ല ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള കുറവുകൾ, അവർ ദൈവസന്നിധിയിലേക്ക് പോയി, ദൈവസന്നിധിയിലാണ്, ദൈവകരങ്ങളിലാണ്, അവർ ഭൂമിയിൽ അലയുകയല്ല. അവർക്ക് നമ്മുടെ ജീവിതവുമായി ഒരേർപ്പാടുമില്ല. നമ്മൾ നമ്മുടെ സ്നേഹബന്ധത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം ലഭിക്കണമെന്നത് നമ്മുടെ അഭ്യർത്ഥനയാണ്. നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് വിശുദ്ധീകരണ മാർഗമായിട്ട് മാറും. കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ നമ്മുടെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവർ, വലിയവരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പ്രാർത്ഥനയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ മോക്ഷത്തിൽ വിശ്വാസമുള്ളവരായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഒരു ആത്മാവ് കടന്നു പോകുന്നതിൽ വിശ്വാസമുള്ളവരായിട്ട് മാറുന്നു. അത്തരമൊരു വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ധാർമ്മികമായി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കാൻ അത് നമുക്ക് പ്രേരണയായിട്ട് മാറും. ഇത്തരത്തിൽ അത് ഗുണകരമാണ്. അപ്പൊ അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് ആശ്വാസം നഷ്ടപ്പെടും
എന്ന് പറയുന്നത് സഭാപ്രബോധനമല്ല, ഒരു അന്ധവിശ്വാസത്തെ സഭയുടെ പുട്ടുകുറ്റിയിലൂടെ പുറത്തിറക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയാണല്ലോ പലതും ദൈവോധനത്തിന്റെ പുട്ടുകുറ്റിയിലൂടെ, സഭാപ്രബോധനത്തിന്റെ പുട്ടുകുറ്റിയിലൂടെ തങ്ങളുടെ അഭിപ്രായങ്ങൾ, ലോകത്ത് നിലനിൽക്കുന്ന അഭിപ്രായങ്ങൾ കുത്തിക്കയറ്റി വിടുക, അങ്ങനെ പുതിയ പുട്ടുണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇത്തരത്തിൽ ഈ പുരോഹിതൻ ചെയ്യുന്നത്. ഇതൊരു പുരോഹിതനാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം ബലിവേദിയിൽ നിന്നുകൊണ്ട് പറയുന്ന പ്രസംഗമാണ്. ബലിവേദിയിൽ അത്തരത്തിൽ പറയാമോ എന്നുള്ളത് അവർ ഗൗരവമായി ആലോചിക്കട്ടെ, സഭ അതിനെക്കുറിച്ച് നിർവചിക്കട്ടെ. നമുക്കത് പറയാൻ അവകാശമില്ല, നമ്മളത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചുര പ്രചാരം നേടുന്നത് കൊണ്ട് അതിനെതിരെ പറയാതിരിക്കുന്നത് യുക്തിയല്ല. ഒരു അവാസ്തവം വാസ്തവമായിട്ട് പറയുകയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഞെരുക്കം അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്നതൊരു വാസ്തവമാണ് എന്ന് പ്രഘോഷകൻ പറയാണ്. ഇതൊരു അവാസ്തവികമായ വാസ്തവമാണ്. ചിലത് അങ്ങനെയാണല്ലോ, വാസ്തവമായിട്ട് ധരിപ്പിക്കും. വാസ്തവം എന്ന് വെച്ചാൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ മരിച്ചവരുടെ പാപങ്ങൾ, കടങ്ങൾ, ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല. അവരോടുള്ള സ്നേഹം നിമിത്തം മാത്രമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവർക്ക് മോക്ഷം ലഭിക്കുക എന്നുള്ളത് ക്രിസ്തുവിലുള്ള നമ്മുടെ ഒരു ധർമ്മം കൂടിയാണ്. എല്ലാവർക്കും മോക്ഷം കിട്ടാൻ വേണ്ടിയാണ്, നിത്യഭാഗ്യം അനുഭവിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിക്കുന്നത്. എല്ലാവരുടെയും കടം ഇളവ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ഇത്തരത്തിൽ കടത്തിലും പ്രശ്നത്തിലും പെട്ടുപോയി എന്ന് തോന്നുന്നവർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ ഒരു ഭാഗമായ പ്രവർത്തനമാണ് നടത്തുന്നത്. മരിച്ചവർക്ക് മോക്ഷം ലഭിക്കാൻ, അല്ലെങ്കിൽ മരിച്ചവർ പറുദീസയിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാകണമെന്നുള്ളത് സഭയുടെ ദാഹമാണ്. ഇങ്ങനെ സഭ ഒരു ഐക്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ്? സഹനസഭ, സമരസഭ, വിജയസഭ ഇവർ ഒന്നിച്ചാണ്. അതായത് സമരസഭയായ നമ്മളും, സഹനസഭയായ ശുദ്ധീകരണവാസികളും, വിജയസഭയായ പറുദീസ അനുഭവമുള്ളവരും ഒത്തുചേരുന്ന ഒന്നാണ് സഭ. അപ്പോൾ ഇത് സഭാ കൂട്ടായ്മയാണ്. ആ സഭാ കൂട്ടായ്മയ്ക്കകത്ത് എല്ലാ വിശുദ്ധ ബലിയിലും ഈ പ്രാർത്ഥനയുണ്ട്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചെറിയവരെല്ലാം വലിയവരൊപ്പം പാർത്തു വസിക്കുന്നു ബലിമേശയിൽ. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് എല്ലാവരുടേതും കൂടിയാണ് വിശുദ്ധ ബലി. സനാതനമായ ഈ ബലിയിൽ പ്രത്യേകിച്ച് അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, അതൊരിക്കലും അവരുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തെ, അവരുടെ സഹനങ്ങൾ, ശുദ്ധീകരണാവസ്ഥയിലുള്ള ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്ന തെറ്റിദ്ധാരണ മൂലം ആകരുത്. അത് അവരുടെ സ്നേഹപ്രഖ്യാപനത്തിന്റെ കൂട്ടായ്മ അനുഭവത്തിന്റെ ഭാഗമായിട്ട് മാറണം എന്നതാണ് വാസ്തവം. ഈ പ്രഘോഷണത്തിന്റെ സബ് ടൈറ്റിലായി വന്നൊരു കാര്യമാണ് മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ. ഒരു കാര്യമുള്ളത്, അറിവെത്തുന്നതിന് മുമ്പ് മരിക്കുന്ന കുട്ടികളൊക്കെ പൈതങ്ങൾ, വിശുദ്ധ പൈതങ്ങളായിട്ടാണ്. അവര് യഥാർത്ഥത്തിൽ ഈ കുറ്റം വിധിയിൽ ഏർപ്പെടാത്തവരാണ്. അതായത് സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് തീരുമാനമെടുത്ത് ക്രിസ്തു വിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്തവരാണ് കുഞ്ഞുങ്ങൾ. അവർ പാപവിമുക്തരായിട്ടാണ് ഇരിക്കുക. പ്രത്യേകിച്ച് മാമോദീസ സ്വീകരിച്ച് അപ്രകാരം മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ നിശ്ചയമായും ദൈവസന്നിധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ എപ്പോഴും കാണുന്നത് വിശുദ്ധരായിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് പാപം ജനിക്കുന്നത്? പാപം ജനിക്കുന്നത് സ്വമനസ്സ ഒരു കാര്യം ചെയ്യുമ്പോഴാണ്, അറിവോടെ സമ്മതത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. കുഞ്ഞുങ്ങൾക്ക് ഈ ബാധ്യതയില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ പറുദീസ അനുഭവത്തിലുള്ളവരാണ്. ശുദ്ധീകരണവാസികളായിട്ട് കണക്കാക്കാൻ കഴിയില്ല. യേശുവിന്റെ കുരിശുമരണത്തിന് മുൻപ് യേശുവിന്റെ അനുബന്ധിച്ച് മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരൊക്കെ ശരിക്കു പറഞ്ഞാൽ ആദ്യത്തെ രക്തസാക്ഷികളാണ്, വിശുദ്ധ പൈതങ്ങളാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മൾ കാണുന്നത് വിശുദ്ധരായിട്ടാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ അവരെ തടയരുത്. കാരണം ശിശുക്കൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നത് വിമുക്തരായിട്ടാണ്. അവർ ഇപ്രകാരം ഒരു വിധിയെ നേരിടേണ്ടി വരില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ നേരിട്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. അവർ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് ഒരു തെറ്റിലേക്ക് ഏർപ്പെടുന്നവരല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ അത്തരത്തിലാണ് കാണുക. നമ്മൾ ഓർക്കണം, നമ്മളൊരു 4ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ്, അതായത് 9 വയസ്സ് 10 വയസ്സാകുമ്പോഴാണ് ആദ്യ കുർബാനയും കുമ്പസാരവും ഒക്കെ നടത്തുന്നത്. അതിന്റെ പുറകിലുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. കാരണം അവർക്ക് ഈ ബോധം വരുന്നതിന് മുമ്പാണ്. ഇനി ബോധം വന്നതിന് ശേഷമാണ് പാപപുണ്യങ്ങളെക്കുറിച്ച് ബോധം ഉണ്ടാകുക, കാര്യകാരണ വിചാരണ ഉണ്ടാകുക, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന്റെ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകാൻ കഴിയുക. അപ്പോഴാണ് അവർ പാപമൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ തുടങ്ങുന്നത്. അത്തരത്തിൽ എത്തുന്നത് വരെ ഒരു സ്വയ തീരുമാനം കുട്ടി ഒരു കാരണവശാലും എടുക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾ അബോട്ടായി പോയ കുഞ്ഞുങ്ങളുണ്ടാകും, ശൈശവത്തിലെ മരിച്ച കുഞ്ഞുങ്ങളുണ്ടാകും. അവരൊക്കെ എവിടെയാണെന്ന് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അവർ തീർച്ചയായും ദൈവസന്നിധിയിലാണ്. അവർ ദൈവത്തെ മുഖാമുഖം കാണുന്നവരാണ്. കാരണം അവർ ശിശുക്കളാണ്. അവർ ദൈവസന്നിധി പ്രവേശിക്കാൻ ഒരു തടസ്സമില്ല. നമ്മളായിട്ട് തടസ്സം ഉണ്ടാക്കരുത്.
നമുക്ക് അവരുടെയൊക്കെ ഒരു സംരക്ഷണവും കൂട്ടായ്മ ഉണ്ടാകുന്നു കൂടി നമുക്ക് ഓർക്കാൻ പറ്റണം. കാരണം അവരുടെ പ്രാർത്ഥന എപ്പോഴും ദൈവസന്നിധി നമുക്ക് വേണ്ടി ഉണ്ടാകും എന്ന് കരുതേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവരെ അനുസ്മരിക്കുന്നത് തെറ്റില്ല. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കമുണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കരുത്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ശേഷം പ്രാർത്ഥിക്കാൻ ആരുണ്ടാവുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയുണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, സഭ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. മരണമടഞ്ഞു പോയ സകലരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടാണ് ചെറിയവരും വലിയവരുമായി, അതായത് ശുദ്ധീകരണ അവസ്ഥയിലും പർദീസ അനുഭവത്തിലുള്ളവരുമായവരെ നിരന്തരം സ്മരിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ യാഗം ബലിമേശയിൽ ഇന്ന് നടക്കുന്നത്. ഇന്ന് നടക്കുന്ന 5 ലക്ഷത്തിലധികം കുർബാനകളിൽ ഇപ്രകാരം ലോകത്തുള്ള സകല മരിച്ചുപോയവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. എനിക്ക് വേണ്ടി മരിച്ച ശേഷം പ്രാർത്ഥിക്കാൻ ആരുണ്ടാകുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠയില്ല. എൻ്റെ അമ്മയായ സഭ അത് നിർവഹിക്കുമെന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഭയം ഉളവാക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ സ്വേച്ഛയാണ്. സ്വേച്ഛ അർത്ഥമായിട്ട് കരുതുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിൽ പ്രഘോഷണങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൂഷ്യം ഇവിടെയും കാണാം. അവിടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് ഒരു വചനഭാഗം എടുത്തു വയ്ക്കാം. അത് വിശുദ്ധ ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ. നമ്മൾ നേരത്തെ തന്നെ ഈ സുവിശേഷ വ്യാഖ്യാനങ്ങൾക്കകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വചനത്തെ ഒരു ഭാഗത്തു നിന്ന് മാത്രം അടർത്തിയെടുക്കുകയും അത് എവിടെയെങ്കിലും നമ്മൾ പറയുന്ന ഒരു അഭിപ്രായത്തെ സാധൂകരിക്കാനായി കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുന്നത് തെറ്റായ പ്രഘോഷണ രീതിയാണ് കത്തോലിക്ക രീതി അനുസരിച്ച്. കത്തോലിക്ക സഭ വ്യക്തമായത് പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഒരു ആശയത്തെ സാധൂകരിക്കാൻ വേണ്ടി ഒരു വചനഭാഗത്തെ കൊണ്ടുവന്ന് തിരികെ കയറ്റരുത്. ഇത് വളച്ചൊടിക്കൽ പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ വരുന്ന തിരുവചനങ്ങൾ അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ പറയുന്നത് ഒരു തുടർച്ചയായിട്ടാണ്. 14-ാം അധ്യായത്തിൽ ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ച് പറയുന്നു. 15-ാം അധ്യായത്തിൽ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നു. കാണാതെ പോയ നാണയത്തിന്റെ ഉപമയും കാണാതെ പോയ ആടിന്റെ ഉപമയും ധൂർത്തപുത്രന്റെ ഉപമയും പറയുന്നു. ഇനി 3 ഉപമകളിലൂടെ കാണാതെ പോകുന്നതിനെക്കുറിച്ച്, വീണു പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇനി അവിശ്വസ്തത എങ്ങനെയാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് പറയാം. ഇവിടെ പറയുന്ന ഉപമയിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നത് എന്താണ്? അവിടെ ഒരു യജമാനൻ തൻ്റെ കാര്യസ്ഥൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു എന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുകയാണ്. അത് യഥാർത്ഥ ഗ്രീക്ക് വചനത്തിൽ പറയുമ്പോൾ ദുഷ്ടലാക്കോടേലും ഒരു പരാതി യജമാനൻ ലഭിച്ചു എന്നാണ് പറയുക. ഈ പറയുന്ന കാര്യസ്ഥൻ ധൂർത്തനായിരുന്നു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. അദ്ദേഹം ഏതായാലും പുറത്തു പോകാൻ പോവാണ്. അങ്ങനെ പുറത്തു പോകാൻ പോകുമ്പോൾ ഈ കാര്യസ്ഥൻ ഒരു കാര്യം ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന് കിളയ്ക്കാൻ ശേഷിയില്ല, ആ ജോലി ചെയ്ത് ശീലമില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ആളുകളുടെ അടുത്ത് നിന്ന് ഭിക്ഷ യാചിക്കാനും താല്പര്യക്കുറവുണ്ട്. കാരണം അത് മാനം പോകുന്ന പരിപാടിയാണ്. ഇത്രയും നാൾ യജമാന്റെ കാര്യസ്ഥനൊക്കെ ആയിരുന്ന ഒരാൾ, അഭിമാനപൂർവ്വം എന്ന നിലയ്ക്കൊക്കെ ജീവിച്ചിരുന്ന ഒരാൾ, ഇനി ഈ പറഞ്ഞ പോലെ ഭിക്ഷ യാചിക്കാൻ പോകുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഗോതമ്പ് മേടിച്ചും എണ്ണ മേടിച്ചും ഒക്കെ കടമുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ കടം ഇളച്ചു കൊടുത്താൽ അവർ ഇയാളെ സഹായിക്കും. അങ്ങനെ കടം അടച്ചു കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ വീടുകളിൽ ഇയാളെ സ്വീകരിക്കും. അതുകൊണ്ട് യജമാനന്റെ കണക്ക് പുസ്തകത്തിൽ എടുത്തിട്ട് ഈ കണക്ക് വെട്ടിത്തിരുത്തി അവർക്ക് ഇളവ് ചെയ്തു കൊടുക്കാം. അങ്ങനെ ഇളവ് ചെയ്ത് കൊടുത്തതിന് ഈ യജമാനൻ അവനെ ശ്ലാഘിക്കുന്നുണ്ട്. കാര്യം യജമാനന് നഷ്ടമാണ് ഉണ്ടാക്കിയത്, എങ്കിലും ശ്ലാഘിക്കുന്നുണ്ട്. ഇത് അവൻ്റെ ബുദ്ധിപരമായൊരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. ഇതാണ് ഒരു ഭാഗം. അപ്പോൾ നിത്യകൂടാരത്തിൽ അവർ നിങ്ങളെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മരിച്ചുപോയവരെ കുറിച്ചാണ് എന്നാണ് ഈ പറഞ്ഞ പ്രഘോഷണത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഉപമ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ഉപമയാണത്. ആ ഉപമ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? കടത്തെ സംബന്ധിച്ചാണ്. ദൈവവുമായുള്ള കടം എന്താണ്? ദൈവവുമായുള്ള കടം പാപമാണ്. ദൈവവുമായുള്ള കടം പാപമാണ്. ആ പാപം യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്നത് ആരാണ്? അത് നേരിട്ട് ഏൽക്കുന്നത് ആരാണ്? ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അപരനാണ് ആ തെറ്റ് നേരിട്ട് ഏൽക്കുന്നത്. ദൈവത്തിനെതിരാണ് തെറ്റ്, അതാണ് പാപം. പക്ഷെ അതിൻ്റെ തെറ്റ് നേരിട്ട് ഏറ്റെടുക്കുന്നത്, അനുഭവിക്കുന്നത് ഒരു വ്യക്തിയാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളാണ് അത് അനുഭവിക്കുക. നമ്മളോടൊരാൾ തെറ്റ് ചെയ്യുമ്പോൾ
ദൈവത്തോടൊരാൾ തെറ്റ് ചെയ്യുന്നു, നമ്മളോടാണ് അതിൻ്റെ പ്രവൃത്തി വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തോടാണ് അയാൾക്ക് കടമുള്ളത്. ഇനി അയാളോട് ക്ഷമിക്കാൻ, ദൈവത്തെ പ്രതി ക്ഷമിക്കാൻ ആർക്ക് കഴിയും? അവിടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയും, അയാൾക്ക് വേണ്ടി ക്ഷമ യാചിക്കാനും നമുക്ക് കഴിയും. ക്രിസ്തു കുരിശിൽ ചെയ്ത പ്രവൃത്തി അതാണ്. യേശുവിനോടാണ് നേരിട്ട് ദ്രോഹം. ആർക്കെതിരാണ് ദ്രോഹം? ദൈവപിതാവിനെതിരായ ദ്രോഹമാണ്. പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്നു, ഇവരോട് ക്ഷമിക്കണമേ. യേശു ക്ഷമിക്കുന്നു, പിതാവിനോട് അവർക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ കടമിളയ്ക്കുകയാണ്. ടെറ്റിലസ്റ്റായി എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. എല്ലാം പൂർത്തിയായെന്ന് പറയാൻ കടമടച്ചു എന്നാണ്. അപ്പൊ അങ്ങനെ കടമിളയ്ക്കുന്നൊരു പ്രവൃത്തി ക്രിസ്തു 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, പിതാവിനോട് ക്ഷമ യാചിക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് അറിവില്ല, പിതാവെ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു, കടമിളയ്ക്കുന്നു. തന്നോട് ചെയ്ത പ്രവൃത്തി താനങ്ങ് ക്ഷമിക്കുന്നു. അങ്ങനെ സ്വയം ക്ഷമിച്ചുകൊണ്ടും പിതാവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും പൂർണ്ണ വിമോചനം മാനവകുലത്തിന് നൽകാൻ ക്രിസ്തുവിന് സാധിക്കുന്നു. ക്രിസ്തുവിനെയാണ് ഭൂമിയിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, നമ്മോട് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ക്ഷമിക്കുക. നമ്മൾ ക്ഷമിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഇവിടെ ഈ കാര്യസ്ഥൻ ചെയ്യുന്ന പ്രവൃത്തി ഈ പറഞ്ഞ കടമിളവ് ചെയ്യുകയാണ്. കടമിളവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ കടമിളവ് ചെയ്യുന്നതിലൂടെ പിതാവിനോട്, യജമാനനോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ വെട്ടിച്ചുരുക്കുന്നു. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കടങ്ങൾ ഇളവ് ചെയ്യപ്പെടും. അത് മരിച്ചവരുടെ എന്നല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ആയാലും കടങ്ങൾ ഇളവ് ചെയ്യും. ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശ്ലാഘിക്കുന്നത്. ദൈവത്തിന്റെ സമ്പത്ത് എടുത്ത് നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ദൈവത്തിനെതിരായ പ്രവൃത്തിയാണ് ഇവിടെ കടം. യജമാനന്റെ സമ്പത്താണ് നശിപ്പിക്കുന്നത്. ആ സമ്പത്ത് നശിപ്പിക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണ് ദൈവത്തോട് ചെയ്യുന്ന പാപം. അപ്പൊ അതുകൊണ്ട് ആത്മാവിനെതിരായി ചെയ്യുന്ന ഈ തിന്മയാണ് ദൈവസന്നിധിയിൽ കടം. ആ കടം ഇളവ് ചെയ്യാൻ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കടങ്ങൾ ഇളവ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രകാശത്തിന്റെ മക്കളാണ്, നമ്മൾ ബുദ്ധിമാന്മാരാണ് എന്ന് വചനം പറയുകയാണ്. ഈശോ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടന്റ് മനസ്സിലാക്കണം, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അതായത് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുകയും നമ്മൾ അവരുടെ തെറ്റിന് അവരെ ശിക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്തെഫാനോസ് അത് പ്രാർത്ഥിക്കുന്നുണ്ട്, കല്ലേറ് കൊള്ളുമ്പോൾ ക്ഷമിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ രക്തത്തിന് ഇവരോട് കണക്ക് ചോദിക്കരുത് എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് മറ്റുള്ള കടങ്ങൾ ഇളവ് ചെയ്യാൻ കഴിയും. അങ്ങനെ കടങ്ങൾ ഇളവ് ചെയ്യുമ്പോൾ നമ്മളെ ദൈവം ശ്ലാഘിക്കും എന്നാണ് ഈ വചനഭാഗം പറയുന്നത്. ഇതാണ് അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഒരു ഉപമയുടെ ഒരു ഭാഗം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയുടെ വചനമല്ല. ഇത് ജീവിച്ചിരിക്കുമ്പോൾ ക്രൈസ്തവരെന്ന നിലയ്ക്ക് നമ്മൾ പുലർത്തേണ്ട ഒരു നിലപാടിനെ കുറിച്ച് പറയാനാണ്. അത് ജീവിച്ചിരിക്കുന്നവരോടായാലും മരിച്ചവരോടായാലും നമുക്ക് ഈ ബാധ്യതയുണ്ട്. നമ്മൾ അവരോട് ക്ഷമിക്കുകയും അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് നമ്മെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഗുണകരമായി വരുന്നൊരു കാര്യമാണ്. നമ്മൾ അവിശ്വസ്തരാണ്, നമുക്ക് 100 കുറവുകളുണ്ട്. നമ്മുടെ അവിശ്വസ്തത മുറിവുണക്കാൻ അത് കാരണമായിട്ട് മാറും. നമ്മൾ അങ്ങനെ ക്ഷമിക്കുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായി മാറുമ്പോൾ, ഒന്ന്, നമ്മൾ ആ തിന്മയെ നിഷേധിക്കും. രണ്ടാമത്, ആ വ്യക്തികളോട് സ്നേഹം പുലർത്തുന്നതിലൂടെ നമ്മൾ സ്നേഹം പ്രവഹിക്കുന്നവരായിട്ട് മാറും. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകും. പരസ്നേഹത്തിലൂന്നും അത് ദൈവസ്നേഹത്തിലേക്ക് നമ്മെ നയിക്കും. അങ്ങനെ നമുക്ക് രക്ഷ അനുഭവിക്കാൻ അതൊരു കാരണമായിട്ട് മാറും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നൊരു കാര്യം, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നാണ്. അധാർമിക സമ്പത്ത് കൊണ്ട്, അത് യേശുവിന്റെ പ്രബോധനപരമായ കാര്യം പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സ്വീകരിച്ചു കൊള്ളുവിൻ. എന്താണ് അധാർമിക സമ്പത്ത്? അധാർമിക സമ്പത്ത് കൊള്ള മുതലല്ല, മോഷണ മുതലല്ല, കൈക്കൂലിയല്ല. അതെല്ലാം കള്ളപ്പണമാണ്, അല്ലെങ്കിൽ കൊള്ള മുതലാണ്. അത് കൊള്ള മുതലാണ്, തിന്മയാണ്. ഇനി അധാർമിക സമ്പത്ത് ധാർമ്മികവും അധാർമികവുമായിട്ടുണ്ട്. എന്താണ് സമ്പത്തിന്റെ ധാർമ്മികത? ക്രൈസ്തവ വീക്ഷണത്തിൽ സമ്പത്തിന്റെ ധാർമ്മികത എന്ന് വെച്ചാൽ സമ്പത്ത് ദൈവദാനമാണെന്നും അത് എൻ്റെ കയ്യിൽ തരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ളതുമാണ് സമ്പത്തിന്റെ ധാർമ്മികത, ക്രൈസ്തവ ധാർമ്മികത. നിനക്കുള്ളതൊന്നും നിന്റെതല്ലെന്നും അത് ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണെന്നുമാണ് ധാർമ്മികത. അധാർമികത എന്താണ്? സമ്പത്ത് ദൈവം ദാനമായിട്ട് നൽകുന്നതാണെന്ന് അംഗീകരിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു, അതെന്റെ അധ്വാന ഫലമാണെന്ന് വിശ്വസിക്കുന്നു, ഞാൻ ആരുമായിട്ട് പങ്കുവെക്കാതിരിക്കുന്നു. ഇത് അധാർമിക പ്രവൃത്തിയാണ്.
അതുകൊണ്ട് ധാർമ്മികമായ സമ്പത്ത് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വരുന്ന സമ്പത്ത് എൻ്റെ അധ്വാനം മുഖേനയോ എൻ്റെ അലച്ചിൽ മുഖേനയോ ഒക്കെ എൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നത് എൻ്റെ അധ്വാനം വഴിയല്ലെന്നും അത് ദൈവദാനമാണെന്നും തിരിച്ചറിയുകയും അത് എൻ്റെ കയ്യിൽ വരുന്നത് എനിക്കത് സ്വരുക്കൂട്ടി വെക്കാനല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാനാണെന്നും അങ്ങനെ വിശക്കുന്നവർക്ക് ഭക്ഷണമായി ഞാൻ മാറേണ്ടതാണെന്നുമാണ് ധാർമ്മികത. ഈ ധാർമ്മിക പ്രവൃത്തി ചെയ്യാത്തത് കൊണ്ടാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ പറയുന്ന ധനവാൻ നരകത്തിൽ തള്ളപ്പെടുന്നത്. ഇതൊരു ധാർമ്മികതയാണ്. ഇത് ചെയ്തില്ലെങ്കിൽ തലകീഴായിട്ട് മറിയും. ലാസർ ദൈവത്തിന്റെ മടിയിലും ധനവാൻ നരകത്തിലും ആവും. അവിടെ ആ ഉപമയത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഉപമയിൽ ധനവാന് പേരില്ല. അയാൾ സ്വന്തം പേര് നഷ്ടപ്പെടുത്തിയവനാണ്, പേര് നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്. ലാസറിന് പേരുണ്ട്, ദൈവസഹായം എന്നാണ് പേര്. ദാരിദ്ര്യമാണ് അനുഭവിച്ചിരുന്നത്, കഷ്ടതയാണ്, പക്ഷെ അവന് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം. ഇങ്ങനെ വചനത്തെ എടുത്തിട്ട് ഇങ്ങനെ അനാവശ്യമായി വേറൊരു കാര്യം ഉദാഹരിക്കാൻ വേണ്ടി അതിനിടയിൽ ഈ നിത്യകൂടാരങ്ങളിൽ അവർ നിങ്ങളെ സ്വീകരിക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഒരു ഉപമയിൽ പറഞ്ഞൊരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കടങ്ങൾ ഇളവ് ചെയ്യണം എന്ന് പറയുന്ന രീതി തെറ്റായ പ്രയോഗമാണ്. ഇനി അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് നിത്യകൂടാരങ്ങളിൽ നിങ്ങൾ അവർ സ്വീകരിച്ചുകൊള്ളും എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി പറയാം. നമ്മൾ ഈ ഭൂമിയിൽ നമുക്കുള്ളവയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. ഒരു സന്യാസിയുമായി ബന്ധപ്പെട്ട, ഈജിപ്ഷ്യൻ സന്യാസിയുമായി ബന്ധപ്പെട്ട ഒരു കഥ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാം. അതിങ്ങനെയാണ്. അതായത് ഒരു സന്യാസി കൊട്ട നെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം കൊട്ട നെയ്യുകയാണ്. അപ്പൊ കൊട്ട നെയ്യുന്ന സന്യാസി പ്രാർത്ഥിക്കുകയാണോ എന്ന് അടുത്ത് വന്ന സന്യാസിക്ക് ഒരു സംശയം. അയാൾ ഉപവാസിയൊക്കെയാണ്, വലിയ ഉപവാസിയൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോ ഈ ഉപവാസിയായ സന്യാസി ചോദിക്കും, ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരുന്നാൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോ സന്യാസി പറയുന്ന മറുപടിയുണ്ട്, ഞാനിങ്ങനെ അധ്വാനിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ടാണ് അധ്വാനിക്കുന്നത്. ഞാൻ ഇതിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ അഗതികളുമായി പങ്കുവയ്ക്കും, മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്ന സമയത്ത് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്ന സമയം ഉണ്ടാവില്ല, ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാതെ പോകുന്നുണ്ട്. ആ പ്രാർത്ഥിക്കാതെ പോകുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി ഇത് സ്വീകരിക്കുന്നവർ പ്രാർത്ഥിക്കും. നമ്മൾ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നമ്മെ ഓർക്കും. നന്ദിയോടെ നമ്മെ ഓർക്കുമ്പോൾ അവർ ദൈവത്തെ തന്നെയാണ് ഓർക്കുന്നത്. ദൈവത്തിന്റെ സഹായമായിട്ടാണ് അവർക്ക് കിട്ടിയത്. അവർ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഭൂമിയിൽ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിത്യകൂടാരങ്ങളിൽ എന്ന് വെച്ചാൽ നിത്യതയിൽ നമ്മെ സ്വീകരിക്കുന്ന പ്രവൃത്തിയായിട്ട് മാറും. അപ്പോൾ നിത്യകൂടാരങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞത് ഈ ശുദ്ധീകരണാത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചാണെന്നും അതങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർ നമ്മെ കെടുതികളിൽ പെടുത്തുമെന്നും അവരുടെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് പറയുന്ന പ്രയോഗം തികച്ചും തെറ്റാണ്. അത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായ ഒരു കാര്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഞാൻ നാളെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യം പറയാം. ഈ പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ പറയാം. കാരണം അതിൽ ഉദാഹരിക്കുന്ന കാര്യങ്ങൾ ഒരു ആംഗലേയ ഡോക്ടറെ കുറിച്ച് പറയുന്നുണ്ട്, വിശുദ്ധരുടെ പഠനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കാര്യങ്ങളെക്കുറിച്ച് നാളെ നമുക്ക് സംസാരിക്കാം. ഒരു അനുഭവത്തെ, ഒരു വ്യക്തിയുടെ പഠനത്തെ ഒക്കെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മൗതികമായ ഒത്തിരി അനുഭവങ്ങൾ ശുദ്ധീകരണാത്മാക്കളുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. ശുദ്ധീകരണാത്മാക്കളെ കുറിച്ചുള്ള ഒരു പരമ്പര നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ്. അന്ന് ഏറെക്കുറെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഈ അടുത്തത് സംഭാഷണമായിട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥന അർഹിക്കുന്നുണ്ട്. അതിന് കാരണം ഇതാണ്, എത്രയൊക്കെ നമ്മളെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും അവർ കൂടി ചേർന്ന് തന്ന ഒരു ലോകത്തിൽ നിന്നാണ് നമ്മൾ ഈ ക്രിസ്തുവിനെ അനുഭവിക്കുന്നത്, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന രീതിയിൽ അനുഭവിക്കുന്നത്. സഭയിൽ ഒട്ടേറെ ആളുകൾ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നാനാജാതി മതസ്ഥരായ അനേകരുടെ ഒരു സഹകരണവും സംഭാവനയുമാണ് നമ്മുടെ ജീവിതം. അതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ദ്രോഹപ്രവൃത്തികളൊക്കെ ഉണ്ടാകാം, ഇതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ദൈവസന്നിധിയിൽ ഇപ്രകാരം ശുദ്ധീകരാവസ്ഥയിലുള്ള ആളുകളുണ്ട്. നമ്മുടെ കൂടെയുള്ളവർക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ പലരെക്കുറിച്ച് നമുക്ക് തന്നെ അഭിപ്രായമുണ്ടല്ലോ. ഇവർ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുമോ, ഇവർ മരിച്ചാലും രക്ഷപ്പെടുമോ എന്ന് സംശയമുള്ളവരില്ലേ ഇപ്പോഴും നമ്മൾ.
മരിച്ചവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എങ്കിലും എങ്ങനെയാണ് പറയാതിരിക്കുക? മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്, എങ്ങനെയാണെങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെയാ? ചില്ലറ ദ്രോഹമൊന്നുമല്ല എന്നോട് ചെയ്തിട്ടുള്ളതെന്ന് നെടുവീർപ്പോടെ പറയുന്ന ഒട്ടേറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ശുദ്ധീകരണ അവസ്ഥയിൽ ആണ് അവരെന്ന് നമ്മൾ ഉറപ്പിക്കുന്നൊരു കാര്യമാണത്. കാരണം അവരുടെ ഒരു കുറവ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ ദൈവം നമുക്ക് നൽകിയൊരു ജീവിതാവസ്ഥയായിട്ട് നമ്മൾ സ്വീകരിക്കണം. അവരെ ആ കെട്ടിൽ നിന്ന് മോചിപ്പിക്കണം. ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ, അവന്റെ കെട്ടുകൾ അഴിക്കുവാൻ അവൻ പോകട്ടെ. ചില കെട്ടുകൾ കൊണ്ട് നമ്മൾ കെട്ടിവെക്കും. അതുപോലെ ഭൂമിയിൽ നിന്ന് ചിലരെ വിടൂല നമ്മൾ വാശി പിടിക്കും. ഇവരൊക്കെ നമ്മുടെ പോകാൻ പാടില്ല എന്ന് വാശി പിടിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ബലം പിടിക്കുമ്പോൾ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിന് വിടുതൽ ലഭിക്കും, മാനസികമായ സ്വസ്ഥത ലഭിക്കും. പിന്നെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചെയ്ത കുറേ പ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവും. അതൊക്കെ നമ്മളെ ഭാരപ്പെടുത്തും. ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിച്ചത്, ഇതിൻ്റെയൊക്കെ കുഴപ്പം നമുക്കുണ്ടാകുമെന്ന് പേടിയൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഉപകാരപ്പെടും. വാസ്തവത്തിൽ ശുദ്ധീകരണാത്മാക്കൾ നമ്മളെ ദ്രോഹിക്കുകയോ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമോ നമ്മൾ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഇന്ന് ഇതിന് അഭിപ്രായം പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് പൂർണ്ണതയിലെടുത്ത അഭിപ്രായം പറയരുത്. നാളെ അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പറയാം. എന്നിട്ട് വേണം നമുക്ക് കുറച്ചുകൂടി ഗൗരവമായ ഒരു സംവാദത്തിലേക്ക് ഏർപ്പെടാൻ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ഉറയ്ക്കുക, ശുദ്ധീകരാവസ്ഥയുണ്ട്. അതൊരു സ്ഥലമല്ല, അതൊരവസ്ഥയാണ്. ദൈവത്തെ മുഖാമുഖം കാണാം, ദൈവത്തെ കാണാം, പക്ഷെ ദൈവത്തെ പ്രാപിക്കാൻ കഴിയില്ല, ദൈവസന്നിധിയിലേക്ക് എത്താൻ കഴിയില്ല. വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൂടെ ഈശോ ഉണ്ട്, പക്ഷെ നമുക്കത് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. അതിൽ എത്രയോ വ്യാകുലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ ദൈവത്തിന് അനുഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട്, സ്നേഹാനുഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ആ അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയത്ത് വിലപിക്കുന്നുണ്ട്, നീ എന്നെ ചുംബിച്ചിട്ട് കടന്നു കളഞ്ഞല്ലോ എന്ന്. സ്നേഹജ്വാലയിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന കാര്യം യഥാർത്ഥം അറിയാമെങ്കിൽ, അനുഭവിക്കാമെങ്കിൽ ഈ ലോകത്തൊന്നുണ്ടാകുന്ന ഏത് പ്രതികൂലവും നമുക്ക് നേരിടാൻ പറ്റും, ഏത് സാധനവും നേരിടാൻ പറ്റും. അത് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോ കൂടെ ഉണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇതേപോലെ ശുദ്ധീകരണ ആത്മാക്കൾ ദൈവസന്നിധിയിൽ സ്വസ്ഥത പ്രാപിക്കുമെന്നൊരു വിശ്വാസം നമുക്ക് ഉറപ്പായിട്ടുണ്ടാവണം. ആ ഉറപ്പ് നമുക്കും ദൈവസന്നിധിയിൽ ഇടമുണ്ട്, പറുദീസയിൽ അനുഭവിക്കാൻ ഇടമുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മളെ ഉയർത്തും. അങ്ങനെ നമ്മുടെ തന്നെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് നൽകുന്ന കാര്യമാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. തീർച്ചയായിട്ടും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ഭയന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ സഹനങ്ങൾ നമ്മിലേക്ക് വരുമെന്ന് ഓർത്തുകൊണ്ടല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട് എന്നൊരു ബോധ്യത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും നമുക്ക് രമ്യതപ്പെടേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ കുറവുകൾക്ക് ദൈവസന്നിധിയിൽ കാരുണ്യം യാചിക്കേണ്ടതുണ്ട്. അവരോട് കരുണയായിരിക്കണമേ, അവരോട് ക്ഷമിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ അതേ തെറ്റിൽ പെടാതിരിക്കാൻ ഈ പ്രാർത്ഥന നമുക്കൊരു ഉപകരണമായിട്ട് മാറുകയും ചെയ്യും. മോഷണത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതിരിക്കട്ടെ, ദൈവമേ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോഷ്ടിക്കാതിരിക്കാനുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ചെയ്തുകൂടാ എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സ്നേഹവിരുദ്ധമായി ജീവിക്കുന്നവർക്ക് വേണ്ടി, അവർ സ്നേഹവിരുദ്ധരായി ജീവിക്കുന്നവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെ എതിർക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആരെ അപമാനിക്കാതിരിക്കാനുള്ള ഒരു ബലം കൂടി നമുക്കതിൽ നിന്ന് ആർജിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് പുരോഗമിക്കാം. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ സമരസഭയാണ്. സഹനസഭയ്ക്ക് വേണ്ടി നമുക്ക് പലതും കാഴ്ചവെക്കാനുണ്ട്, കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാരണവശാലും ശുദ്ധീകരണാത്മാക്കളുടെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുമെന്ന് തെറ്റിദ്ധരിക്കരുത്. മരിച്ചവർ നമ്മുടെ ജീവിതത്തെ ഉലയ്ക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവസന്നിധിയിലാണ് എല്ലാവരും ജീവിക്കുന്നവരാണ്. അവരെ ദൈവം സമാശ്വാസത്തിലേക്ക് നയിക്കാൻ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം. അങ്ങനെ നമുക്ക് ഏകസഭയായിരിക്കാം. സമരസഭ, സഹനസഭ, വിജയസഭ എന്ന സഭാ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കാം. ക്രിസ്തുവിൽ ഒന്നായിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.